ചില പ്രണയങ്ങൾ അകന്നു നിന്ന് നമ്മളെ വേദനിപ്പിക്കും, ചിലപ്പോൾ കരയിപ്പിക്കും. പക്ഷെ കാത്തിരിക്കാൻ ക്ഷമയുണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നു ചേരും. കപ്പിത്താൻ്റെ ഭാര്യയ്ക്കും അങ്ങനെ ഒരു കഥയാണ് നമ്മളോട് പറയാനുള്ളത്. ചെറിയൊരു പുസ്തകമാണെങ്കിലും ഇതിലെ കോണ്ടന്റ് വളരെ വലുതാണ്. ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ ഒരു മായാജാലത്തിൽ എന്ന പോലെ കടലിൽ വെച്ച് അപ്രത്യക്ഷമായ കേരളത്തിൻ്റെ സ്വന്തം കപ്പലായ MV കൈരളിയെക്കുറിച്ച് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. ആ കപ്പലിൻ്റെ ക്യാപ്റ്റനായിരുന്ന മരിയാദാസ് മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ മരണം വരെ കാത്തിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെപ്പറ്റി ഈ തലമുറയിൽ എത്ര പേർക്കറിയാം? അങ്ങനെ ഒരു കഥയാണ് കപ്പിത്താൻ്റെ ഭാര്യ. തൻ്റെ ഭർത്താവ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ലോകം മുഴുവൻ പറഞ്ഞിട്ടും അതൊന്നും ചെവികൊള്ളാതെ ഇന്നും അദ്ദേഹത്തെ കാത്തിരിക്കുന്ന റോസ്ലി ആൻറ്റിയാണ് ഇതിലെ കപ്പിത്താൻ്റെ ഭാര്യ. ടൈറ്റിൽ കഥാപാത്രം റോസ്ലി ആൻറ്റി ആണെങ്കിലും കഥ മുന്നോട്ട് പോകുന്നത് തോമസ് കുട്ടിയുടെയും ആനിയമ്മയുടെയും പ്രണയത്തിലൂടെയാണ്. ഇരുവരുടെയും ജീവിതം നമുക്ക് മുന്നിലേക്ക് വരച്ചിട്ടപ്പോൾ അക്ഷരങ്ങൾക്ക് എവിടെയൊക്കെയോ ബഷീർ സാറിൻ്റെ ശൈലികൾ എനിക്ക് കാണാൻ സാധിച്ചു. എല്ലാ പ്രണയങ്ങളിലും വിധിയൊരു വില്ലനായി മാറാറുണ്ടല്ലോ, ഇവിടെയും അതുപോലെയൊക്കെ തന്നെ. അതൊക്കെ തരണം ചെയ്ത് തോമസ് കുട്ടിയും ആനിയമ്മയും ഒരുമിക്കുമോ? റോസ്ലി ആൻറ്റിയുടെ ക്യാപ്റ്റൻ തിരിച്ചു വരുമോ? വായിച്ചറിയുക. ബിപിൻ ചന്ദ്രൻ എഴുതി മാതൃഭൂമി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ കപ്പിത്താൻ്റെ ഭാര്യ.